എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള ശക്തി നൽകണേ, അനുഗ്രഹവും അനുവാദവും നൽകണേ സർവീശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 30 ശ്ലോകം 23. 22 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഭൗതികമായ വിഷയാസക്തിയോടുകൂടി ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമി ആണെങ്കിൽ പോലും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനെ കുടുംബത്തെ പരിപാലിക്കുക എന്നതാണ് തൻ്റെ ജീവിത ലക്ഷ്യം, തന്നിൽ നിക്ഷിപ്തമായ കർമ്മം എന്ന് മാത്രം ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നീട് വരുന്ന മരിക്കുന്നതിന് മുൻപും മരണാനന്തരവും അവർക്ക് സംഭവിക്കുന്ന യാതനകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ആ ഒരു കുടുംബ സംരക്ഷണമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നല്ല ജോലി കിട്ടി പൈസ ഉണ്ടാക്കി ഭാര്യയെയും മക്കളെയും സന്തോഷത്തോടെ നിലനിർത്തുക, അവരെ സുരക്ഷിതരാക്കുക, അതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് കരുതിയിട്ട് അതുമാത്രമാണ് ലക്ഷ്യമെന്ന് കരുതി മനസ്സിങ്ങനെ അതിൽ ഉത്കണ്ഠയോടുകൂടിയിട്ട് ജീവിച്ച് ഒരു സമയത്തിൽ ഒരു മോശ സമയം വരുമ്പോൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ തകർന്നു പോകുമ്പോൾ അതോടുകൂടി നിരാശയിലേക്ക് പോവുകയും അങ്ങനെ കുടുംബത്തിൽ തന്നെ പരാജയപ്പെട്ടവനാകുന്നതോടുകൂടി പണമൊക്കെ സാമ്പത്തികമായി കുറഞ്ഞ് കുടുംബത്തെ വേണ്ട രീതിയിൽ പരിപാലിക്കാനുള്ള ശേഷിയില്ലാതെ വരുമ്പോൾ നിരാശയിൽ ചിന്തയോടുകൂടി താൻ പരാജിതനായി എന്ന ചിന്തയോടുകൂടി വീട്ടിലങ്ങ് ഇരുന്നു പോകുന്നു. അങ്ങനെ ഇരുന്നു പോകുന്നതോടുകൂടി കുടുംബത്തിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും നിന്നും ലഭിക്കുന്ന ബഹുമാനവും പരിഗണനയും ഒക്കെ കുറഞ്ഞു പോകുന്ന ആളുകൾ പിന്നീട് അവരുടെ ജീവിതം ആ നിരാശയിലൂടെ, ഒരു പരാജിതനായവൻ്റെ നിരാശയിലൂടെ ജീവിച്ച് വാർദ്ധക്യത്തിലേക്ക് ചെല്ലുന്നതോടുകൂടി ആ മനസ്സ് തളരുമ്പോൾ ശരീരവും തളർന്ന് രോഗാവസ്ഥയൊക്കെ ബാധിച്ച് ആ ഒരു വിരൂപനായി ഇത്രയും കാലം താൻ ഭരിച്ചു പോന്നിരുന്ന അവരാൽ ഭരിക്കപ്പെട്ടവനായി അവരുടെ സംരക്ഷണത്തിന് കീഴിൽ ആ വീടിനകത്ത് അങ്ങനെ ജീവിച്ചു പോവാണ്. അങ്ങനെയായിരുന്നു ധൃതരാഷ്ട്രർ ഒരിക്കൽ കഴിഞ്ഞിരുന്നത്. യുധിഷ്ഠിരൻ കൊടുക്കുന്ന യുദ്ധത്തിന് ശേഷമൊക്കെ ഉണ്ടായ കഥകൾ അറിയാലോ. പാണ്ഡവർ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് കൊട്ടാരം ഉപേക്ഷിക്കാൻ, എന്നിട്ടും ഈശ്വരചിന്തയില്ല, വിരക്തി വരുന്നില്ല, എല്ലാം പോയിട്ടും മക്കളും പോയും ഒക്കെ പോയിട്ടും അപ്പോഴും കൊട്ടാരത്തിൻ്റെ സുരക്ഷിതത്തിൽ ഭക്ഷണം സുഖമായി കഴിച്ച് സുഖമായിട്ട് അവിടെ ജീവിക്കുമ്പോഴാണ് അനിയനായ വിതുരർ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഭൗതിക വിഷയങ്ങളിൽ നിന്ന് അവർക്ക് വിരക്തി കൊണ്ടുവന്ന് അവരെ അങ്ങനെ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് അങ്ങനെ അവർ കാട്ടിൽ പോയി ജീവിതം നയിക്കുന്നതും അവിടെ കാട്ടുതീയിൽ വെന്ത് മരിക്കുന്നതും. ആ ശരീരം അവരതിലേക്ക് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അപ്പോഴും ആ അവസ്ഥയിലും ആ ഒരു ഈശ്വര ചിന്ത വരാതെ ഭൗതിക വിഷയാസക്തി മാത്രമായി ചിന്തിച്ച് ആ ഒരു സുഖങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയാതെ മനസ്സുകൊണ്ട് ഇതിൽ നിന്നൊന്നും ഒരു വിരക്തനാവാതെ നിരാശയോടുകൂടി ആ വീട്ടിൽ അങ്ങനെ കഴിയാണ്. അപ്പോൾ വീട്ടിലുള്ളവർ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് കുറേ കഴിയുമ്പോൾ രോഗവും ബാധിച്ച് ദഹനം കുറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആവുന്നു, ചലിക്കാൻ വരെ പറ്റാതെ ശക്തി കുറഞ്ഞ് കിടപ്പിലാവുന്നു. അപ്പോൾ ചുറ്റുപാടും കൂടി നിന്ന് വിഷമിക്കുന്ന ദുഃഖിക്കുന്ന ബന്ധുമിത്രാദികളെ കണ്ട് അങ്ങനെ കിടക്കയിൽ കിടന്ന് അവരെ നോക്കി മരിക്കുന്ന ഒരവസ്ഥ വരികയാണ്. ആ ഒരു ബോധം ഉദിക്കാതെ അവരെ നോക്കി അവരെ ദുഃഖിക്കുന്ന ബന്ധുമിത്രാദികളെ കണ്ടുകൊണ്ട് അവരോട് സംസാരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കാതെ അങ്ങനെ മരിക്കുക. അപ്പം ആ മരണസമയത്ത് കൊണ്ടുപോകാൻ വരുന്ന, നമുക്കറിയാം 2 വിധത്തിലാണ്. ഭൂമിയിൽ തന്നെ സത്കർമ്മം ചെയ്ത് ധാർമ്മികമായ രീതിയിൽ ജീവിക്കുന്ന ആ ഒരു അഹങ്കാരത്തിൽ നിന്നും അഹങ്കാരബോധമില്ലാതെ ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ ആ സോള് അവരുടെ സൂക്ഷ്മ ശരീരം
സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കാൻ, പുണ്യങ്ങൾ അനുഭവിക്കുന്ന ലോകത്തും ഊർധ്വലോകങ്ങളിലും ഇങ്ങനെ ഞാനെന്ന അഹങ്കാരത്തിൽ ജീവിതം നയിക്കുന്ന, സ്വാർത്ഥ ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകൾ അധോലോകങ്ങളിലും ദുരിതം, നരകീയ ജീവിതം നയിക്കാൻ അധോലോകങ്ങളിലേക്കും തള്ളപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ ദുഷ്കർമ്മം ചെയ്തവരെ കൊണ്ടുപോകാൻ വരുന്നത് ഈ യമരാജൻ്റെ കിങ്കരന്മാരാണെന്നാണ് പറയുന്നത്, ഭടന്മാരാണെന്നാണ് പറയുന്നത്. അത് ഭയാനകമായ മുഖത്തോടു കൂടിയ യമദേവൻ്റെ ഭടന്മാരാണ് കൊണ്ടുപോകാൻ വരിക. അപ്പോൾ അവരെ കാണുന്നതോടുകൂടി അവസാന സമയം പ്രാണൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരെ കാണുന്നതോടു കൂടിയിട്ട് പേടിച്ച് ഭയന്ന് മലമൂത്ര വിസർജനം വരെ സംഭവിച്ചിട്ടാണ് അവർ അങ്ങനെ മരിക്കുന്നത്. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആ സ്ഥൂല ശരീരം ഇവിടെ ദഹിച്ചു പോകുന്നു. സൂക്ഷ്മ ശരീരത്തെയാണ് ഈ യമരാജൻ്റെ ഭടന്മാർ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ അനുഭവിക്കുന്ന യാതനകൾ അതിലിരട്ടിയാണെന്നാണ് പറയണേ. ഭൂമിയിൽ ഇപ്പോൾ അദ്ദേഹം ജീവിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ വ്യക്തി ഈ ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ മനസ്സുകൊണ്ട് എത്ര യാതനകൾ അനുഭവിച്ചു. അതായത് എല്ലായിടത്തും ഒരു പരാജയപ്പെട്ടവനായ, അവഗണിക്കപ്പെട്ടവനായ അങ്ങനെ ജീവിച്ച് ഈ അവസ്ഥയൊക്കെ മനസ്സിലാണ് പലർക്കും ഉണ്ടാവുന്നത് കേട്ടോ. മനസ്സുകൊണ്ട് തോന്നിയിട്ട് അങ്ങനത്തെ അവസ്ഥയിലായി ദുഃഖിച്ചാണ് മരിച്ചു പോകുന്നത്. മരണത്തിന് ശേഷം ആ സൂക്ഷ്മ ശരീരമോ അത് കൊണ്ടുപോകുന്നത് യമഭടന്മാരുടെ ഭീഷണിയൊക്കെ കേട്ട് ഭയന്ന് വിറച്ച് പോകുന്ന പാതയിൽ നായ്ക്കളുടെ കടിയേറ്റ് വിശപ്പും ദാഹവും സഹിച്ച് ആ സൂര്യൻ്റെ വെയിലും കാട്ടുതീയുടെ ചൂടും അങ്ങനെ ചുട്ടുപൊള്ളുന്ന ചൂടേറ്റിട്ട് ചുട്ടുപൊള്ളുന്ന മണലിലൂടെ വലിച്ചഴച്ച് പുറത്ത് ചാട്ടവാറുകൊണ്ടുള്ള അടിയും കൊണ്ട് കുടിക്കാൻ ഒരല്പം വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ട് ദാഹിച്ച് നടക്കാൻ ശക്തിയില്ലെങ്കിൽ പോലും നടത്തിയും വലിച്ചഴച്ചുമാണ് അവർ ആ ഭടന്മാർ യമലോകത്തേക്ക് ഈ വ്യക്തികളുടെ സൂക്ഷ്മ ശരീരത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പോകുന്ന വഴി എത്ര യാതനകളാണ് അവർ അനുഭവിക്കുന്നത്. ഇനിയും തുടർന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ശ്ലോകം 23. തത്ര തത്ര പദൻ ശ്രാന്തഃ മൂർച്ഛിതഃ പുനഃ ഉത്തിതഃ പദാപാപീയസ നീതഃ തരസാ യമസാധനം തത്ര തത്ര പദൻ ശ്രാന്തഃ മൂർച്ഛിതഃ പുനഃ ഉത്തിതഃ പദാ പാപീയസാ നീതഃ തരസാ യമസാധനം. തത്ര തത്ര അവിടെയും ഇവിടെയും പദൻ വീണുരണ്ട് ശ്രാന്ത അത്യധികം ക്ഷീണം. നേരത്തെ പറഞ്ഞില്ലേ, ആ ജലപാനം ഒന്നും ചെയ്യാൻ പറ്റാതെ അത്രയും ക്ഷീണിച്ച് അങ്ങനെ പോകുന്ന ആ യാതനകൾ അനുഭവിക്കുന്ന സമയത്താണെന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തുപോയ സ്വാർത്ഥ ചിന്തയോടെ ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്, ദുഃഖിക്കുന്നത് ആ പോണ സമയത്താണ്. അപ്പോൾ ക്ഷീണം കൊണ്ട് തളർന്നിട്ട് ശ്രാന്തഃ എന്ന് വെച്ചാൽ അത്യധികം ക്ഷീണം കൊണ്ട്, മൂർച്ഛിതഃ ആ ക്ഷീണത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അബോധാവസ്ഥയിലായിട്ട് അവിടെയും ഇവിടെയും തത്ര തത്ര പദൻ വീണുരുളും. പിന്നെ പുനഃ വീണ്ടും അവിടെ നിന്ന് ഉത്തിതഃ അവർ പിടിച്ചെഴുന്നേൽപ്പിക്കും യമകിങ്കരന്മാർ. അപ്പോൾ ഉണർന്ന് വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് പദാപീയസ പോകുന്ന വഴിയിൽ അത്രയധികം ദുഷ്കരമായ ആ വഴിയിലൂടെ യാണ് യമകിങ്കരന്മാർ നീതഃ എന്ന് വെച്ചാൽ കൊണ്ടുപോകുന്നത്. എന്നിട്ട് തരസ വളരെ പെട്ടെന്ന് തന്നെ യമസാധനം യമലോകത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ യാത്ര ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല എന്ന്, കുറേ ദൂരമുണ്ട് യമലോകത്തേക്ക്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇവർ യമലോകത്ത് എത്തിച്ചേരുന്നു. ആ പോകുന്ന വഴി അത്യധികം ക്ഷീണം അനുഭവിച്ച് തളർന്ന് വീഴുന്നുണ്ട് പല സമയത്തും. പക്ഷെ അവിടെ നിന്ന് അവർ പിടിച്ച് വീണ്ടും എഴുന്നേൽപ്പിക്കും. അങ്ങനെ ദുരിതം നിറഞ്ഞ ഒരു യാത്ര, നായ്ക്കളുടെ കടിയും ചാട്ടവാറടിയും ഒക്കെ കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് അബോധാവസ്ഥയിലാകുന്നു. വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ നിന്നാണ് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ യമലോകത്ത് എത്തിച്ചേരുന്നു. ഇനി യമലോകത്തേക്ക് എത്താനുള്ള വഴി എത്ര ദൂരമാണെന്നാണ് ശ്ലോകം 24 പറയുന്നത്. യോജനാനാം സഹസ്രാണി നവതീം നവ ച അധ്വനഃ ത്രിഭിഃ മുഹൂർത്തൈ ദ്വാഭ്യാം വനീതഃ പ്രാപ്നോതി യാതനഃ. യോജനാനാം യോജനകൾ, സഹസ്രാണി 1000, നവതി 90, നവ 9. അപ്പം 99,000 യോജന ച അധ്വനഃ എന്ന് വെച്ചാൽ ദൂരം, അത്രയും ദൂരാണെന്ന് പോകേണ്ടത്. അത് ത്രിഭിഹി മുഹൂർത്തേ 3 മുഹൂർത്തം 3 നിമിഷങ്ങൾ കൊണ്ടാണ് അവരെത്തിക്കുന്നത്. ഈ യമകിങ്കരന്മാർ 99,000 യോജന ദൂരമാണ് ഇവിടെ ഭൂമിയിൽ നിന്നും യമലോകത്തേക്ക്. അത് വെറും 3 നിമിഷങ്ങൾ കൊണ്ടാണ് അവരെത്തിക്കുന്നത്. ദ്വാഭ്യാം അവർ രണ്ടുപേരും വനീത കൊണ്ടുപോകുന്നത്. എന്തിനെ? പ്രാപ്നോതിന്ന്
പ്രാപ്നോതി എന്ന് വെച്ചാൽ പ്രാപിക്കാൻ, എന്ന് വെച്ചാൽ അനുഭവിക്കാൻ. യാതന, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് യാതന അനുഭവിക്കാൻ പോകുന്നത് യമലോകത്ത് വെച്ചിട്ടാ. പോകുന്ന വഴിയിൽ യമകിങ്കരന്മാരാൽ കിട്ടുന്ന യാതനയാണ് ഈ പറഞ്ഞത്. ഇനി ഏറ്റവും വലിയ യാതന യമലോകത്ത് ചെന്നിട്ടാണ് അനുഭവിക്കാൻ പോകുന്നത്. ആ പോകുന്ന അത് അനുഭവിക്കാനായിട്ട് അവിടെ എത്തിച്ചേരുന്നത് 99,000 യോജന ദൂരമുള്ള ഈ യമലോകത്തേക്ക് വെറും 3 നിമിഷം കൊണ്ട് ഈ 2 യമകിങ്കരന്മാർ ആ വ്യക്തിയെ എത്തിക്കുന്നു. അവൻ്റെ യാതനകൾ ശരിയായ വണ്ണം അവൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ അവനെ എത്തിക്കുന്നു. ഇനി അടുത്ത അവിടെ എത്തിയിട്ടുള്ള ബുദ്ധിയാതനകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ശ്ലോകം 25 ആദീപനം സ്വഗാത്രാണാം വേഷ്ടയിത്വം ഉൽമുഖ ആദിഭിഹി ആത്മമാംസ അദനം ക്വ അഭി സ്വകൃത്തം പരതഃ അഭി വാ. ആദീപനം സ്വഗാത്രാണാം വേഷ്ടയിത്വ ഉൽമുഖ ആദിഭിഹി ആത്മമാംസ അദനം ക്വ അഭി സ്വകൃത്തം പരതഃ അഭി വാ. ആദീപനം എന്ന് വെച്ചാൽ തീ കൊളുത്തുന്നു. സ്വഗാത്രാണാം ഈ വ്യക്തിയുടെ ശരീരാവയവങ്ങളിൽ. വേഷ്ടയിത്വ ഉൽമുഖ ആദിഭി, വേഷ്ടയിത്വ എന്ന് വെച്ചാൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കൂട്ടങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തും ആദ്യം. എന്നിട്ട് ഇവരുടെ ശരീരാവയവങ്ങളൊക്കെ തീ കൊളുത്തുന്നു. അതായത് കത്തിക്കാന്ന്, ശരീരങ്ങളിലെ ഇവരെ സൂക്ഷ്മ ശരീരത്തെ അങ്ങോട്ട് കത്തിക്കുക. അപ്പോൾ വിറകുകൾ കൂട്ടിയിട്ടിട്ട് തീ കത്തിച്ചിട്ട് അതിൻ്റെ മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പൊള്ളിക്കും, ശരീരമാകെ പൊള്ളിക്കുക. പിന്നെ ആത്മാമാംസ അദനം, അവരെ കൊണ്ട് തന്നെ അവരെ ശരീരത്തെ തിന്നാൻ പറയുക, അവരുടെ മാംസത്തെ തിന്നാൻ പറയുക. ക്വ അഭി, ഇനി അങ്ങനെയല്ലെങ്കിൽ സ്വകൃത്തം പരതഃ അഭി, മറ്റുള്ള ഇതേപോലെ തന്നെ നരകത്തിൽ എത്തിച്ചേർന്ന മറ്റു വ്യക്തികളുടെ സൂക്ഷ്മ ശരീരം ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഇവരുടെ ശരീരത്തെ തിന്നിക്കുക. അതും ചെയ്യുന്നു. ഒന്നുകിൽ അവരെ കൊണ്ട് തന്നെ അവരുടെ മാംസത്തെ അവരുടെ ശരീരത്തെ തിന്നിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റു ആളുകളെ കൊണ്ട് പരതഃ മറ്റുള്ളവരെ കൊണ്ട് അവരുടെ ശരീരത്തെ തിന്നാൻ പറയുക. അപ്പോൾ ഇതൊക്കെ യാതനകൾ. വിറകിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ശരീരത്തിൽ തീ കൊളുത്തുന്ന പൊള്ളലേൽക്കുന്ന യാതന, പിന്നെ സ്വയം ശരീരത്തിൻ്റെ മാംസം തിന്നാൻ പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുക, അവരുടെ ശരീരത്തെ തീറ്റിക്കുക. ഈ വക ദുരിതങ്ങളും യാതനകളും എത്ര വേദനാജനകമായിരിക്കും ആ യാതനകളെന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. നമ്മളുടെ ഭാഗവതത്തിലെ വിധിപ്രകാരം 14 ലോകങ്ങൾ ഉള്ളതിൽ മധ്യത്തിൽ വരുന്ന ഭൂമിക്ക് മുകളിൽ ഊർധ്വലോകങ്ങളും താഴെ അധോ ലോകങ്ങളുമുണ്ട്. അപ്പോൾ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുന്ന ലോകങ്ങളുമുണ്ട്, യാതനകൾ അനുഭവിക്കുന്ന ലോകങ്ങളുമുണ്ട്. ഭൂമിയിൽ വെച്ച് മനുഷ്യൻ ചെയ്യുന്ന അവൻ്റെ കർമ്മങ്ങളാണ് അവനെ സ്വർഗീയ ലോകത്തിലേക്കും യാതനകൾ അനുഭവിക്കുന്ന ലോകങ്ങളിലേക്കും എത്തിക്കുന്നത്. ഈ യാതനകൾ അനുഭവിക്കുന്ന ലോകത്തെയാണ് നരകലോകങ്ങൾ എന്ന് വിളിക്കുന്നത്. സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുന്ന ലോകത്തെയാണ് സ്വർഗലോകം എന്നൊക്കെ വിളിക്കുന്നത്. അത് തീരുമാനിക്കപ്പെടുന്നത് ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ശ്ലോകം 26 ജീവതഃ ച അന്ധ്ര അഭ്യുദ്ധാര ശ്വഗൃതൈ യമസാധനേ സർപ്പ വൃശ്ചിക ദംശ ആദൈഹി ദശദ്ഭിഹി ച ആത്മവൈശസം. ജീവതഃ ച അന്ധ്ര അഭ്യുദ്ധാര ശ്വഗൃതൈഹി യമസാധനേ സർപ്പവൃശ്ചികദംശാദ്യൈഹി ദശദ്ഭിഹി ച ആത്മവൈശസം. ജീവതഃ അതായത് ജീവിച്ചിരിക്കുമ്പോഴും അന്ധ്ര, അതായത് അവരുടെ സൂക്ഷ്മ ശരീരത്തിൽ ജീവനുണ്ടല്ലോ, അത് അങ്ങനെ ഇരിക്കുമ്പോഴും അന്ധ്ര അഭ്യുദ്ധാര എന്ന് വെച്ചാൽ അന്ധ്ര അവൻ്റെ കുടൽമാലകളെ അഭ്യുദ്ധാര പുറത്തേക്ക് വലിച്ചിടുക എന്നാണ്. ശരീരത്തിലെ കുടൽമാലകളെയൊക്കെ തുറന്നിട്ട് പുറത്തേക്ക്, അപ്പം ജീവിച്ചിരിക്കുമ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കുടൽമാലകളെയൊക്കെ പുറത്തേക്ക് വലിച്ചിടുക. ശ്വഗൃതൈ എന്നിട്ട് നായ്ക്കളെ കൊണ്ട് അതുപോലെ കഴുകനെ കൊണ്ട് കൊത്തി വലിപ്പിക്കുക. യമസാധനെ യമലോകത്ത് നടക്കുന്ന യാതനകളാണ് ഇവിടെ വിവരിക്കുന്നത്. ജീവനോടെ നിൽക്കുമ്പോൾ തന്നെ ആ സൂക്ഷ്മ ശരീരത്തെ കീറി മുറിച്ച് അതിൽ നിന്നും കുടൽമാലയൊക്കെ എടുത്ത് പുറത്ത് വലിച്ചിട്ട് അത് കഴുകനെ കൊണ്ടും നായ്ക്കളെ കൊണ്ടും കൊത്തി വലിപ്പിക്കുക. പിന്നെ സർപ്പങ്ങൾ, വൃശ്ചിക എന്ന് വെച്ചാൽ തേളുകൾ, ദംശ എന്ന് വെച്ചാൽ ഇങ്ങനെ ചോര കുടിക്കുന്ന മറ്റു ജീവികൾ, ആദൈ മുതലായവയെ കൊണ്ട് ദശദ്ഭിഹി കടുപ്പിക്കുക എന്നിങ്ങനെയുള്ള ആത്മവൈശസം. ഈ വിധത്തിലുള്ള യാതനകളാണ് യമലോകത്ത് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്.
അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം അങ്ങോട്ട് കീറിയിട്ട് അതിൽ നിന്ന് കുടൽമാലയൊക്കെ പുറത്തേക്കിട്ട് നായ്ക്കളെ കൊണ്ടും കഴുകനെ കൊണ്ടും കൊത്തി വലിപ്പിക്കുക, സർപ്പങ്ങൾ, തേളുകൾ, മറ്റ് വിഷജീവികളെ കൊണ്ട് കടുപ്പിക്കുക, ഇങ്ങനെയുള്ള യാതനകളൊക്കെ യമലോകത്ത് വെച്ച് അനുഭവിക്കേണ്ടി വരുന്നു. തുടർന്ന് 27-ലും കൃന്ദനം ച അവയവശഃ ഗജ ആദിഭ്യ ബിദാപനം ഗജാദിഭ്യഃ ബിദാപനം പാദനം ഗിരിശൃംഗേഭ്യഃ രോദനം ച അംബുഗർത്തയഃ കൃന്ദനം ച അവയവശഃ ഗജ ആദിഭ്യഃ ഭിദാപനം പാദനം ഗിരിശൃംഗേഭ്യഃ രോദനം ച അംബുഗർത്തയഃ. അവയവങ്ങൾ, അവരുടെ ആ ശരീരം, അവയവങ്ങൾ, ഓരോ അവയവങ്ങളും ഗജ ആദിഭ്യ ആന മുതലായ മൃഗങ്ങളെ കൊണ്ട് ഭിദാപനം പിച്ചി ചീന്തി കൃന്ദനം എന്ന് വെച്ചാൽ മുറിച്ച് പിളർത്തി കളയുന്നെന്ന്. ആ സൂക്ഷ്മ ശരീരത്തെ ആന മുതലായ മൃഗങ്ങളെ കൊണ്ട് രണ്ടായിട്ട് ഇങ്ങനെ പിളർത്തി കളയുന്ന അവരുടെ ശരീരത്തെ ജീവനോടെ തന്നെ. പിന്നെ ഗിരിശൃംഗേഭ്യ മലയുടെ പർവ്വതങ്ങളുടെയൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയവരെ പാദന, അപ്പം താഴെ വന്ന് അടിച്ചു വീഴുന്നതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരിക. പിന്നെ അംബുഗർത്തയ ജലത്തിൽ ഒന്നുകിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഗർത്തം, അഗാധമായ ഗർത്തത്തിലേക്ക് രോദനം വലിച്ചിടുക, താഴേക്ക് മുക്കി ഇങ്ങനെ താഴേക്ക് ഇടുക. അപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് ശ്വാസം മുട്ടിക്കുക, അല്ലെങ്കിൽ വലിയ ഗർത്തം ഗുഹയുടെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി അടച്ചിട്ടിട്ട് ശ്വാസം മുട്ടിക്കുക. അതാണ് ആ പറയുന്നത് രോദനം. ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ മുക്കിയിടുക എന്ന്. ജലത്തിലോ ഗുഹയിലോ മുക്കിയിടുക, പർവ്വതങ്ങളുടെ മുകളിൽ നിന്നും വലിച്ചെറിയ താഴേക്ക് ആന മുതലായ മൃഗങ്ങളെ കൊണ്ട് ശരീരം രണ്ടായിട്ട് പിളർത്തി ചീന്തിക്കളയുക. ഇങ്ങനെയുള്ള യാതനകളൊക്കെ യമലോകത്ത് വെച്ചാണ് അനുഭവിക്കുന്നത്. ഇനി ഇങ്ങനെ എത്തിച്ചേരുന്ന നരകങ്ങളുടെ, ഇപ്പം പാപം ചെയ്തവർ എത്തിച്ചേരുന്ന നരകലോകങ്ങളുടെ പേരുകളാണ് ഇനി പറയുന്ന 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഹ താമിസ്രഹ അന്ധതാമിസ്രഹ രൗരവഃ ആദ്യഃ ച യാതനഃ ഭുങ്ക്തേ നരോ നരഃ വ നാരീ വ മിഥ സംഖ്യേന നിർമ്മിതഃ. യഹ താമിസ്ര അന്ധതാമിസ്ര രൗരവ ആദ്യഃ ച ആദ്യശ്ച യാതനഃ ഭുങ്ക്തേ നരഹ വ നാരീ വ മിഥ സംഖ്യേന നിർമ്മിതഃ. യഹ ആരാണോ താമിസ്ര, ഒരു നരകലോകത്തിൻ്റെ പേരാണ് കേട്ടോ താമിശ്രം. അന്ധതാമിശ്രം മറ്റൊരു നരകലോകത്തിൻ്റെ പേര്, രൗരവം വേറൊരു നരകലോകത്തിൻ്റെ പേര്. ഇതൊക്കെ മുതലായ ആദ്യശ്ച തുടങ്ങിയ യാതനകൾ അനുഭവിക്കുന്ന നരകലോകത്ത് യഹ ആരാണോ എത്തിപ്പെട്ടിട്ട് ഭുങ്ക്തേ എന്ന് വെച്ചാൽ വിധിക്കപ്പെട്ടവരാകുന്നു, നരഹ നാരീവ അത് പുരുഷനും സ്ത്രീയും എങ്ങനെയുള്ളവരാണെന്ന്, മിഥ സംഖ്യേന നിർമ്മിതഃ അവിഹിത ബന്ധങ്ങൾ നയിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെയുള്ള നരകലോകങ്ങളിലെത്തി അവിടെയുള്ള യാതനകൾ അനുഭവിക്കാൻ ഭുങ്ക്തേ വിധിക്കപ്പെട്ടവരാകുന്നു എന്ന്. അപ്പോൾ താമിശ്രം എന്ന ലോകം നരകം, അന്ധതാമിശ്രം, രൗരവം എന്നീ പേരുകളൊക്കെയുള്ള നരകലോകങ്ങളിൽ സ്ത്രീയും പുരുഷനും, അതായത് വിധിക്കപ്പെട്ട ധാർമ്മികമായ കുടുംബജീവിതത്തിന് അപ്പുറം മറ്റു ബന്ധങ്ങളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടുപോകുന്ന, അവിഹിത ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇങ്ങനെയുള്ള നരകലോകങ്ങളിൽ വന്ന് ഈ പറഞ്ഞ പോലെയുള്ള യാതനകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു, അനുഭവിക്കുന്നവരായിട്ട് തീരുന്നു. ശ്ലോകം 29. അത്രയേവ നരകഃ സ്വർഗ ഇതി മാതഃ പ്രചക്ഷേതേ യാ യാതനാ വൈ നാരക്യ താ ഇഹ അഭി ഉപലക്ഷിതഃ. അത്രയേവ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അത്രയേവ ഈ ഭൂമിയിൽ തന്നെ, ഈ ലോകത്തിൽ തന്നെ, നരകഃ സ്വർഗ നരകവും സ്വർഗവും ഇതി ഇപ്രകാരം മാതാ അല്ലയോ അമ്മേ പ്രചക്ഷേതേ പറയപ്പെടാറുണ്ട്. അതായത് ചില ആളുകൾ പറയുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അല്ലയോ മാതാവേ. അതെന്തുകൊണ്ടെന്നാൽ നാരക്യ വൈ യാതനഃ നരകലോകത്തുള്ള യാതനകൾ യഹ ഏതൊക്കെയാണോ താഹ ആ യാതനകളാണ് ഇഹ ഈ ഭൂമിയിലും ഉപലക്ഷിത കാണുന്നത് എന്ന്. അതായത് ചില ആളുകൾ പറയുന്നത് ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും ഉള്ളത് എന്ന് പറയപ്പെടുന്നതിന് കാരണം യഥാർത്ഥത്തിലുള്ള സ്വർലോകത്തിലും നരകലോകത്തിലും ഭൂമിക്ക് പുറത്തുള്ള സ്വർലോകങ്ങളിലും നരകലോകങ്ങളിലും ഒക്കെയുള്ള യാതനകളും സുഖങ്ങളും എന്തൊക്കെയാണോ അതിൻ്റെ ഒരു ചെറിയ തോതാണ് ഈ ഭൂമിയിൽ മനുഷ്യർ അനുഭവിക്കുന്നത് എന്ന്.
അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആ വ്യക്തിയുടെ ജീവിതം തന്നെ നോക്കൂ. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം കുടുംബത്തെ പരിപാലിക്കുക എന്നത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് മാത്രമാണ് തൻ്റെ ജന്മലക്ഷ്യം എന്ന് വിചാരിച്ച് അതിൽ ഉത്കണ്ഠാകുലനായി അതിനെക്കുറിച്ച് സദാ ചിന്തിച്ച് തനിക്കിതിനായി ഈ കർമ്മത്തിനായുള്ള ശക്തി നൽകുന്ന ഈശ്വര ചിന്തയില്ലാതെ, ഈശ്വര സമർപ്പണമില്ലാതെ, ഈശ്വര സ്മരണയില്ലാതെ സദാ മനസ്സും ബുദ്ധിയും ശരീരവും ഈ കർമ്മത്തിൽ മാത്രം കുടുംബത്തെ പുലർത്തുക, പണം ഉണ്ടാക്കുക, സമാധാനമായിട്ടും സുഖമായിട്ടും ഭൂമിയിൽ ജീവിക്കുക, ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യന് ആ ജീവിക്കുന്ന കാലത്ത് എപ്പോഴെങ്കിലും മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. മനസ്സും ശരീരവും ആളുടെ തളർന്നു പോവുകയാണ്. ഇനി അയാൾക്കൊരു കഷ്ടകാലം വന്നതോടുകൂടി സകലതും നശിച്ച് നിരാശ ബാധിച്ച് പരാജിതനായി വീട്ടിലിരുന്നപ്പോഴും അയാൾക്ക് സമാധാനമില്ല. അതോടെ അയാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോയി, കിടപ്പിലായി, എല്ലാവരാലും അവഗണിക്കപ്പെട്ടവനായി, ചുറ്റും കൂടി നിൽക്കുന്ന ബന്ധുക്കളുടെ കരച്ചിലും കണ്ട് ഒരു ഈശ്വര ചിന്തയും അവബോധവും ഇല്ലാതെ അങ്ങ് മരിച്ചു പോകുന്നു. അപ്പോൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? യാതനകൾ നിറഞ്ഞതായിരുന്നു അല്ലേ? ഇനി മരിച്ചു പോയപ്പോഴോ അതും ഇതുപോലെയുള്ള നരകലോകങ്ങളിലാണ് എത്തിപ്പെടുന്നത്. അവിടെ ചെന്നപ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള അത്യധികമായ യാതനകളാണ് അവൻ അനുഭവിക്കുന്നത്. അപ്പോൾ മരണത്തിന് ശേഷം നരകലോകത്ത് എത്തിയപ്പോൾ അനുഭവിച്ച യാതനയുടെ ഒരു ചെറിയ ഭാഗമാണ് അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ച യാതന അല്ലേ? അപ്പോൾ അവൻ്റെ ജീവിതം സ്വർഗീയമായിരുന്നോ നരകീയമായിരുന്നോ? ഭൂമിയിൽ നരകതുല്യായിരുന്നു അവൻ്റെ ഭൂമിയിലെ ജീവിതം. അത്യധികം ആകാംക്ഷയും ഉത്കണ്ഠയും ടെൻഷനും സ്ട്രെസ്സും പരാജയബോധവും എല്ലാം ബാധിച്ച് അവൻ ജീവിച്ച് വിഷമിച്ച് അങ്ങനെ മരിച്ചു പോവുക. അപ്പോൾ അവൻ്റെ ഭൂമിയിലെ ജീവിതം നരകയ്ക്ക് തുല്യമായിരുന്നു. മരിച്ചതിന് ശേഷം നരകത്തിൽ എത്തിച്ചേർന്നിട്ട് ശരിയായ യാതന അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ നരകത്തിൽ അനുഭവിക്കുന്ന യാതനയുടെ ഒരു ചെറിയ പതിപ്പാണ് അവൻ ഭൂമിയിൽ ജീവിച്ച് അനുഭവിച്ചത്. ഇനി പുണ്യം ചെയ്തവരെ നോക്കി നോക്കൂ. അവര് ഭൂമിയിൽ സ്വർലോകത്ത് ചെന്നിട്ട് സ്വർഗത്തിലാണ് അവരെത്തിച്ചേരുന്നത്. ഇന്ദ്രൻ മുതലായ ദേവന്മാരിലിരിക്കുന്ന സ്വർലോകങ്ങളിൽ എത്തിപ്പെട്ട് സ്വർഗീയ സുഖങ്ങളെ അനുഭവിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ളവർ ഭൂമിയിലും അഥവാ അവർ പുണ്യം ചെയ്തവരാണ്. അവർ ആ ഒരു ഈശ്വര ചിന്തയോടുകൂടി ജീവിച്ച് സാത്വികമായി ജീവിച്ചവരാണ്. അതുകൊണ്ട് അവരവിടെ എത്തിച്ചേരുന്നു. അപ്പോൾ അവർ ഈ ഭൂമിയിൽ ചില ആളുകൾക്ക് നമ്മുടെ ചുറ്റും തന്നെ നോക്കുമ്പോൾ ചിലരെ കാണുമ്പോൾ അറിയില്ലേ, വളരെ സുഖമായിട്ട് ജീവിക്കുന്ന ആളുകളെ നമ്മളെ കാണാറുണ്ട് അല്ലേ? ഒരു സാധാരണക്കാരൻ ജീവിക്കുന്നതിനേക്കാൾ പണം കൊണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല, പണം ഉണ്ടതുകൊണ്ട് മനസ്സമാധാനം ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ചില ആളുകൾ ഇടത്തരക്കാരാണെങ്കിലും ചിലർ വളരെ ഇത്തിരി സമ്പന്നരാണെങ്കിലും വളരെ സമാധാനത്തോടെ വളരെ സാത്വികമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ചില ആളുകളെ നമ്മൾ ഭൂമിയിൽ കാണാറുണ്ട്. നമുക്ക് ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്. എത്ര സമാധാനത്തോടെയും എത്ര സന്തോഷത്തോടും കൂടിയാണ് അവർ ജീവിക്കണേന്ന് നമ്മൾ നോക്കി നിൽക്കാറുണ്ട്, കൊതിയോട് കൂടിയിട്ട്. അങ്ങനെയുള്ളവർക്ക് ഭൂമിയിലും സ്വർഗീയ ജീവിതം കിട്ടുന്നു. അവർ മരിച്ചു പോയി കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവർ സ്വർലോകങ്ങളിലെ സുഖത്തെ അനുഭവിക്കുന്നു. അപ്പോൾ മരണശേഷം അനുഭവിക്കുന്ന സ്വർഗീയ സുഖത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് അവൻ ഭൂമിയിൽ അനുഭവിച്ച സ്വർഗീയ ജീവിതം. അതാണ് പറയുന്നത്, ചില ആളുകൾ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്ന് പറയുന്നത്. ഭൂമിയിൽ നല്ല കർമ്മങ്ങൾ മുൻജന്മത്തിൽ ചെയ്തു വെച്ച് അതിൻ്റെ നല്ല പുണ്യഫലം അനുഭവിക്കാൻ സ്വർഗീയമായ സുഖമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരെ നമ്മൾ കാണാം. അങ്ങനെയുള്ളവരെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ മുൻജന്മത്തിൽ ചെയ്ത അവൻ്റെ ഈശ്വര ചിന്തയോടുകൂടിയുള്ള പുണ്യകർമ്മങ്ങളെ ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് അവന് അങ്ങനെ ജീവിക്കാനുള്ള നിയോഗം അവന് വന്നത്. അതേപോലെ തന്നെ അവൻ്റെ ആത്മാവ് സൂക്ഷ്മ ശരീരം സ്വർഗലോകത്ത് ചെന്നും സുഖജീവിതം നയിക്കുന്നു. എന്നാൽ സ്വാർത്ഥമായ ചിന്തയോടെ ഞാൻ എന്ന ചിന്തയോടെ കുടുംബജീവിതം അതുമാത്രം വിചാരിച്ച്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണോട്ടെ, ഇവിടെ പുരുഷൻ എന്ന് മാത്രം അർത്ഥമില്ല, സ്ത്രീകളാണെങ്കിലും ഒട്ടുമിക്ക സ്ത്രീകൾ കുടുംബിനിമാരെയും കണ്ടിട്ടില്ല, എൻ്റെ കുടുംബം എന്ന് മാത്രമുള്ള ചിന്ത. അതിനപ്പുറത്ത് വേറെ ഒരു ചിന്തയില്ല. ഈ സമൂഹത്തിനോടോ മറ്റു ബന്ധുമിത്രാദികളോടോ അയൽപക്കത്തുള്ള ആൾക്കാരോടോ ആരോടോ ഒരു കടപ്പാടുമില്ല, ഒരു കടമയുമില്ലാതെ ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, ആ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെ സന്തോഷം, അത് സമാധാനമായിരിക്കണം, ഒരു കാര്യങ്ങളിൽ ഇടപെടില്ല, ഒരാളെ സഹായിക്കില്ല, അവനവൻ്റെ വയറ് നിറയ്ക്കുക, അവനവൻ്റെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുക, ഇത് മാത്രം വിചാരിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. ആ ഫാമിലിയിൽ ഒതുങ്ങിക്കൂടി, ആ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ ജീവിച്ച് പോകുമ്പോഴാണ്
ഈ പറഞ്ഞ പോലെയുള്ള നരകതുല്യമായ ജീവിത ഈ ലോകങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്ന് പറയാൻ കാരണം, ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ സൂക്ഷ്മ ശരീരം ചെന്നെത്തുന്ന സ്വർഗത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയ സുഖവും, നരകത്തിലാണ് എത്തപ്പെട്ടെങ്കിൽ അവിടെ അനുഭവിക്കുന്ന യാതനകളുടെയും ഒരു ചെറിയ തോതാണ്, ഒരു ചെറിയ അംശമാണ് ഭൂമിയിൽ കിടന്ന് അനുഭവിക്കുന്നത്. ചില ആളുകൾ സാമ്പത്തികമായും രോഗാവസ്ഥയിലും, നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാല്ലേ പൈസ ഒട്ടുമില്ല, പക്ഷേ എന്തുമാത്രം ക്യാൻസറും വലിയ വലിയ മാറാരോഗങ്ങളൊക്കെ ബാധിച്ച് പൈസ ഇല്ലാണ്ടേയും ഒക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ഭൂമിയിലെ ജീവിതം നരകതുല്യമാവാണ് അവർക്ക്. അത് ആ സൂക്ഷ്മ ശരീരം അനുഭവിക്കുന്ന ചെയ്തു കൂട്ടിയ സ്ഥൂല ശരീരത്തിൽ ഇതിനു മുൻപ് ഇരുന്ന് ഭൂമിയിൽ വന്ന് ചെയ്ത കർമ്മത്തിൻ്റെ ബാക്കി പത്രമാണ് അവർ അനുഭവിക്കുന്നത്. അവർ ആ കഴിഞ്ഞ ഏതൊക്കെയോ ജന്മത്തിൽ ചെയ്ത് അങ്ങനെ മരിച്ചുപോയി നരകലോകങ്ങളിലൊക്കെ യാതന അനുഭവിച്ച് തീർന്നിട്ടില്ല, എന്നിട്ടും വന്ന് പറക്കുകയാണ് ബാക്കി അനുഭവിക്കാൻ ഭൂമിയിൽ, എന്നിട്ട് ഇങ്ങനെ നരകീയ ജീവിതം അനുഭവിക്കുക. അപ്പോൾ സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെ എന്ന് പറയാൻ കാരണം, ഇവിടെ വെച്ച് അനുഭവിക്കുന്ന സ്വർഗീയ സുഖത്തിൻ്റെയും നരകീയ യാതനകളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് ഇനി മരണത്തിന് ശേഷം അനുഭവിക്കാൻ പോകുന്ന സുഖവും യാതനകളും. അതാണ് ഭൂമിയിൽ തന്നെ സ്വർഗവും നരകവും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അനുഭവിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ തന്നെ ചെയ്തു പോയ ആ അഹങ്കാരത്തിലിരുന്ന് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്ന യാതനകൾ. അപ്പം ഇനിയെങ്കിലും ഇതറിയുന്ന നിമിഷമെങ്കിലും ജീവിതത്തിലെ നമ്മുടെ വയറ് നിറയ്ക്കാൻ മാത്രമായിട്ട്, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് എനിക്ക് ജീവിക്കണം എന്ന ചിന്ത നമ്മൾ വെടിയണം. എന്ന് വെച്ച് കുടുംബം പരിപാലിക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഒരു ശരീരത്തിലിരിക്കുമ്പോൾ, ആ സോള് ശരീരത്തിലിരിക്കുമ്പോൾ ആ ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായും ചെയ്യണം. നമ്മൾ ആ ശ്രേഷ്ഠത, ഓരോ ജീവന്റെയും ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞവരെയും ഭൗതിക ആസക്തികളിൽ നിന്ന് മുക്തരായവരെയൊക്കെ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞത് തന്നിൽ നിയതമായ കർമ്മങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കുന്നവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. അതായത് എന്തൊക്കെയാണോ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈശ്വരവിധി പ്രകാരം വന്നു ചേർന്ന ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി ചെയ്യുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. പക്ഷേ ആ കർമ്മം എങ്ങനെ ചെയ്യണം, ഇതാണ് എൻ്റെ ജന്മലക്ഷ്യം എന്ന് വിചാരിച്ച് ആ കുടുംബ പരിപാലനത്തിന് വേണ്ടി അവനവൻ്റെ വയറും ഭാര്യയുടെയും മക്കളുടെയും വയറ് നിറയ്ക്കാനും പണം ഉണ്ടാക്കാനും ഭാവി സുരക്ഷിതമാക്കാനും വേണ്ടി അതിൻ്റെ ഉത്കണ്ഠയോടുകൂടി ജീവിച്ചു തീർക്കാൻ ല്ല അവിടെ പറയുന്നത്. അങ്ങനെയല്ല, രാവിലെ ഉണരുന്നത് തൊട്ട് രാത്രി ഉറക്കത്തിലേക്ക് വീഴുന്നത് വരെയുള്ള നിമിഷം വരെ നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് ചിന്തിച്ചറിയാം, നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും വർക്ക് ചെയ്യുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്നും ചലിക്കാനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന ചിന്തയില്ലാതെ, ആ സ്മരണയില്ലാതെ ജീവിക്കുന്നതിലെ ഏറ്റവും വലിയ നന്ദികേട് എന്ന് പറയുന്നത്. ഈ ജന്മം, ഈ ശരീരം എന്ന് പറയുന്നതും ആ പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാ അല്ലേ? ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ശക്തിയും ആ പ്രകൃതി എന്ന ശക്തിയാണ്. ആ ശക്തിയെ സ്മരിക്കാതെ ഓരോ നിമിഷവും കടന്നു പോകുന്നതല്ലേ ഏറ്റവും വലിയ നന്ദികേട്. അതെങ്ങനെ ധാർമ്മിക ജീവിതമാവും? ഞാൻ കുടുംബജീവിതം നന്നായി നയിക്കുന്നു, ഒരു തെറ്റും ചെയ്യുന്നില്ല, എൻ്റെ കുടുംബത്തെ നന്നായി പരിപാലിക്കുന്നു, പിന്നെ ഞാൻ എങ്ങനെ നരകത്തിൽ എത്തിപ്പെടുമെന്ന് പലരും ചിന്തിക്കുന്നു. അതല്ലേ വേണ്ടത്? കുടുംബത്തെ നന്നായി നോക്കുക, പരിപാലിക്കുക, ആ ഡ്യൂട്ടി ചെയ്യുക. പക്ഷേ ഏത് മനോതലത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യുന്നും കൂടി എന്ന് ഓർക്കുക. അതിനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടിയേ? ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തി എവിടെ നിന്ന് കിട്ടി എന്ന സ്മരണയില്ലാതെ ജീവിക്കുന്നതാണ് അധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മരണയോടുകൂടി രാവിലെ ഉണർന്ന് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യാൻ മുന്നോട്ട് വരുന്നു, ആ പ്രവർത്തികളിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ട് ഇനിയിപ്പോൾ നമ്മൾ ഭാഗവതം തുടങ്ങുമ്പോൾ ആ ഭഗവാനിൽ ഒന്ന് അർപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ പറയാനും കേൾക്കാനും ഒക്കെ നമുക്ക് ശക്തി വേണ്ടേ? ചെവി കൊണ്ട് കേൾക്കാനും ശക്തി വേണം, നാവ് കൊണ്ട് പറയാനും ശക്തി വേണം. ഇങ്ങനെ ഇരിക്കാൻ ഇതൊക്കെ ഒരുക്കി തന്ന ആ ഈശ്വരനെ ഒന്ന് സ്മരിച്ചുകൊണ്ട്, അങ്ങാണ് ഇതിനായി ശക്തിയായിരിക്കുന്നത് എന്ന് സ്മരിച്ചുകൊണ്ട്, ആ ഭഗവാന്റെ അനുഗ്രഹവും അനുവാദത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആ സ്മരണയോടുകൂടി നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് പോലെ ഓരോ കർമ്മങ്ങളും ഓരോ കാര്യവും ചെയ്യുമ്പോഴും ഈ ഒരു സ്മരണയോടെ, ഈ ഒരു പ്രാർത്ഥനയോടെ ചെയ്യുമ്പോഴാണ് ഞാൻ ചെയ്തു,
ഞാൻ നേടി, എൻ്റെയാണ് എന്നുള്ള അഹം പതിയെ പതിയെ കുറഞ്ഞു വരും. ഒരു ദിവസം ചെയ്താൽ കുറയില്ല, നാളെ ചെയ്താൽ കുറയില്ല. സ്ഥിരമായി അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്നുള്ള ചിന്ത പതിയെ 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 കുറഞ്ഞു വരും. ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെ ഇടയ്ക്കൊന്ന് സ്മരിക്കുക. ആ വായുവിനെ, അഗ്നിയെ, ജലത്തെ, ആകാശം, ഈ പഞ്ചഭൂതങ്ങളെല്ലാം ഇങ്ങനെ അവരവരുടെ കർമ്മം, സൂര്യൻ കർമ്മം ചെയ്യുന്നത് കൊണ്ടല്ലേ ഞാൻ നിലനിന്ന് പോകുന്നത് എന്നോർത്ത് ആ പ്രകൃതിയോട് ഒരു സ്മരണയുള്ള നന്ദിയുള്ളവരായിരുന്ന് അങ്ങനെ ജീവിക്കുക. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള നരകലോകങ്ങളിൽ ചെന്നപ്പെടാതെ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുന്ന ലോകങ്ങളിലേക്ക് പോകുന്നത്. അല്ലാതെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതാണ് ജീവിതം എന്ന് വിചാരിക്കുന്നവൻ അതല്ലേ ശരി എന്ന് വിചാരിക്കുന്നതല്ല ധർമ്മം. നമ്മൾ ആരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നുണ്ടോ ആ വ്യക്തിയെ സ്മരണയോടെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു കുരുത്വമാണെന്ന് നമ്മളിപ്പോൾ തന്നെ ജീവിക്കുമ്പോൾ പറയുമല്ലേ. എന്തെങ്കിലും ആരിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് അവരെ സ്മരിക്കുക, അവരോടൊരു നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഇത്രയും കാലം ജീവിക്കാനുള്ള ശക്തി ശരീരത്തിനും മനസ്സിനും ബുദ്ധിയും തന്ന ആ പ്രകൃതിയെ എന്തുകൊണ്ട് നമ്മൾ ഓർക്കുന്നില്ല? ആ യൂണിവേഴ്സ്, ആ ശക്തിയെ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? അതല്ലേ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. ആ ചിന്തയില്ലാതെ ഈ കുടുംബാസക്തികളിൽ കുടുങ്ങി ഇത് മാത്രം മനസ്സുകൊണ്ട് ഒരു നേരം ഉണ്ടെങ്കിൽ ഇത് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവന് വന്നുപെടുന്ന ദുരവസ്ഥ. ഭൂമിയിലും നരകം, പുറത്തു പോയാലും മരിച്ചതിന് ശേഷം സൂക്ഷ്മ ശരീരവും നരകത്തിലെത്തി ഇത്രയധികം യാതനകളിലൂടെ അനുഭവിച്ച് തീർത്തിട്ടാണ് പിന്നെ ഒരു ജന്മത്തിലേക്ക് വരുന്നത്. അതും മനുഷ്യജന്മാവില്ല പിന്നെ വരുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്ന ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്ലോകം 30. ഏവം കുടുംബം ബിഭ്രാണഃ ഉദരം ഭര ഏവവ വിസൃജ്യ ഇഹ ഉഭയം പ്രേത്യ ഭുങ്ക്തേ തത്ഫലം ഈദൃശം. ഏവം ഇപ്രകാരം കുടുംബ ബിഭ്രാണ, കുടുംബത്തെ പരിപാലിക്കുവാൻ മാത്രമായിട്ട് ജീവിച്ച്, അതും തൻ്റെ ഫാമിലി, ഭാര്യ, മക്കൾ, അവരെ പരിപാലിക്കാൻ മാത്രമായിട്ട് ജീവിക്കുക. പിന്നെ ഉദരം ഭര, സ്വന്തം വയറ്, ഉദരം നിറയ്ക്കുക. അതിനെ വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടണമല്ലോ, അതിന് പൈസ വേണം. അപ്പോൾ സ്വന്തം വയറ് നിറയ്ക്കാനും കുടുംബത്തിൻ്റെ വയറ് നിറയ്ക്കാനും കുടുംബത്തിനെ പരിപാലിക്കുന്നതിനും വേണ്ടി മാത്രമായിട്ട് ജീവിച്ച് അവസാനം എന്താ, ഈ ഭൂമിയിൽ തന്നെ ഉഭയം, ഇത് രണ്ടിനെയും, കുടുംബത്തിനെയും സ്വന്തം വയറിനെന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തെയും വിസൃജ്യ, ഉപേക്ഷിച്ചിട്ട് ഈ തത്ഫലം, ഇങ്ങനെയൊക്കെ ജീവിച്ചതിൻ്റെ പ്രേത്യ എന്ന് വെച്ചാൽ മരണശേഷം, തത്ഫലം ഇങ്ങനെ സ്വാർത്ഥമായി ജീവിച്ചതിൻ്റെ ഫലത്തെ ഈ ദൃശ്യം, ഈ പറഞ്ഞ രീതിയിൽ അനുഭവിക്കാൻ ഭുക്തേ, വിധിക്കപ്പെട്ടവനാകുന്നു എന്ന്. അപ്പോൾ ഇങ്ങനെ ഭൂമിയിൽ സ്വന്തം കുടുംബത്തിനെ പരിപാലിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അവനവൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയും മാത്രം ജീവിക്കുന്ന മനുഷ്യൻ അവസാനം മരിക്കുന്നതോടെ ഈ ഭൂമിയിൽ ഈ രണ്ടിനെ ഉപേക്ഷിക്കും. ഇത് രണ്ടും കൊണ്ടുമില്ലല്ലോ, ഒറ്റയ്ക്ക് പോവുള്ളൂ ആ സൂക്ഷ്മ ശരീരം. ഇതിനെ രണ്ടിനെയും ഇവിടെ ഉപേക്ഷിച്ച്, കുടുംബത്തിനെയും മക്കളെയും ഭാര്യയെയും എല്ലാവരെയും സ്വന്തം ശരീരം വരെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മരണശേഷം ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ടുള്ള നരകങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒന്ന് കൈനീട്ടി നിൽക്കുന്നവർക്കോ എന്തെങ്കിലും ഓരോരുത്തർക്കും കൊടുക്കേണ്ടത്, ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും നമുക്കൊപ്പമുള്ളവരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി അവരോട് സംസാരിക്കുക, പെരുമാറുക, അവരെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് താഴെയുള്ളവർക്ക് ഒരു കൈസഹായം, ഒരു നേരത്തെ ഭക്ഷണമാണോ, പണമാണോ, വസ്ത്രമാണോ, എന്താണ് നമ്മളുടെ ശക്തിക്കൊത്ത സഹായം, അത് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നറിയുന്നത്. അല്ലാതെ അവനാൻ്റെ അടുക്കളയിൽ വെക്കാനുള്ള പൈസ ഉണ്ടാക്കി കൊണ്ടുവരിക, ഭർത്താവ് ഭാര്യ അടുക്കളയിൽ വെക്കുക, അവർ വയറ് നിറച്ച് മക്കളും അവരും കഴിക്കുക, സന്തോഷമായിട്ട് ഉറങ്ങുക, ജോലി ചെയ്യുക. ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മരണശേഷം വന്നു ചേരുന്ന ഈ വിധത്തിലുള്ള ഫലത്തെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സഹജീവികളെ സ്നേഹിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ സഹായിക്കാനുമുള്ള മനസ്സും കൂടി വേണം. ഒപ്പം ഇതിനൊക്കെയുള്ള ശക്തി ഞാൻ ചെയ്തു എന്ന ഭാവമില്ലാതെ ഇതിനൊക്കെയുള്ള ശക്തി നൽകിയ, ഇത്രയും നല്ലൊരു വീട്ടിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ഒരു കാര്യങ്ങളെ ഉണ്ടാക്കാൻ എനിക്ക് ഈ ശക്തി തന്ന ആ ഈശ്വരനെ മനസ്സാൽ ഒന്ന് സ്മരിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ജീവിക്കുക. അതാണ് പറയുന്നത്. ശ്ലോകം 31. ഏകഃ പ്രപദ്യതേ ദ്വാന്തം ഹിത്വാ ഇദം സ്വകലേവരം കുശല ഇതരപാദേയഃ ഭൂതദ്രോഹേണ യദ്ബ്രതം.
ഏതാ, അതായത് ആ പോകുമ്പോൾ ഈ വയറും ഈ ശരീരവും ഈ കുടുംബവും കൂടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഏകാന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്. പ്രബദ്ധ്യതയെ പ്രാപിക്കുന്നു, ദ്വാന്തം നരകത്തെ, ഹിത്വാ ഇതം ഇവിടെ ഉപേക്ഷിച്ചിട്ട്, സ്വകലേവരം സ്വന്തം ശരീരത്തെയും ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നരകത്തിലേക്ക് പോകുന്നത് ആ സൂക്ഷ്മ ശരീരം ഒറ്റയ്ക്കാണെന്ന്, ആരും കൂടെ ഉണ്ടാവില്ല. ഈ യാതനകൾ അനുഭവിക്കാൻ ആരും പകുതി അതിൻ്റെ അനുഭവിക്കാനും കൂടെ ഉണ്ടാവില്ല. ഈ പോണ സമയത്ത് കൂട്ടിനുണ്ടാവുക എന്താവുന്ന കുശല ഇതര പാതേയ. പാതേയം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പൊതിച്ചോറ്. ഒരു യാത്ര പോകുമ്പോൾ കയ്യിൽ പിടിക്കുന്ന പൊതിച്ചോറ്. അപ്പൊ കുശല ഇതരം എന്ന് വെച്ചാൽ എന്താ? ഈ കർമ്മഫലം, ഈ തെറ്റുകൾ ചെയ്ത പാപങ്ങളുടെ ഈ സ്വാർത്ഥ ചിന്തയോടുകൂടി ജീവിച്ച ആ കർമ്മങ്ങളാകുന്ന പൊതിച്ചോറ്, പാതേയവും മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ എന്ന്. ചെയ്തു കൂട്ടിയ പാപങ്ങളാകുന്ന പൊതിക്കെട്ട് ഉണ്ടല്ലോ, അത് മാത്രമേ ആ പോകുന്ന സമയത്ത് കയ്യിലുണ്ടാവുള്ളൂ. വേറെ ആർക്കു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതിനൊന്നും അവിടെ പ്രസക്തിയില്ല. കുടുംബത്തിന് വേണ്ടിയാണോ, മക്കൾക്ക് വേണ്ടിയാണോ, ഭാര്യയ്ക്ക് വേണ്ടിയാണോ, ഭർത്താവിന് വേണ്ടിയാണോ, അച്ഛനമ്മയ്ക്ക് വേണ്ടിയാണോ, ഇതിനൊന്നും അവിടെ പ്രസക്തിയില്ല. ഇവരാരും കൂടെ ഉണ്ടാവില്ല, ആ ശരീരം പോലും ഉണ്ടാവില്ല. ആ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാകുന്ന പൊതിച്ചോറ്, ആ പാപങ്ങളാകുന്ന പൊതിച്ചോറ് മാത്രമേ പൊതി മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ. അങ്ങനെ ഭൂതദ്രോഹേണ മറ്റു ജീവസത്തകളെ ഉപദ്രവിച്ച് യദ്ഭൃതം അതായത് മറ്റു ജീവസത്തകൾക്ക് ഉപദ്രവിക്കുക. ഭൂതദ്രോഹേണ എന്ന് വെച്ചാൽ മറ്റു ചരാചരങ്ങളെ ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഉപദ്രവിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, സഹായം ചെയ്യാതെ എന്ന രീതിയിൽ എടുത്താൽ മതി. അതായത് മറ്റു ജീവസത്തകൾക്ക് ഒരു സഹായവും ചെയ്യാതെ, അവരെ ഒന്നും ഒരു തരത്തിലും ആർക്കും ഒരു പുഞ്ചിരിയായി പോലും ഒരാൾക്കും കൊടുക്കാതെ. ഇപ്പോൾ ഒരു സ്ട്രെസ്സോട് കൂടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളൊന്ന് പുഞ്ചിരിക്കുന്ന മുഖം തന്നെ, ഇപ്പം നമ്മളൊരു ബാങ്കിലേക്ക് കയറി ചെന്നാൽ, ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് കയറി ചെന്നാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും വേണ്ട, ഒരു സ്കൂളിലെ ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ടീച്ചറുടെ മുഖം കണ്ട അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം. ഇങ്ങനെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ കയറി വരുന്ന ഒരു ടീച്ചറെ കണ്ട കുട്ടികളുടെ മനസ്സാകെ വേറൊരു തലത്തിലേക്ക് പോകും. അതൊരു സൈക്കോളജിയാണ്. ഒരു പുഞ്ചിരി, ഒരു ഇളം പുഞ്ചിരിയോടുകൂടി കടന്നു വരുന്ന ടീച്ചറുടെ ഫേസ് കാണുമ്പോൾ തന്നെ ആ കുട്ടികളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ കയറി ചെന്നു, ഒരു ബാങ്കിൽ കയറി ചെന്നു, അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് ഒന്ന് ചിരിച്ചാണ്, ഒരു പുഞ്ചിരിയോട് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ ആ ചിരിച്ചിരിക്കുന്ന ആളുടെ അടുത്തേക്കായിരിക്കും ചെല്ലുക. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത്? അദ്ദേഹം നമ്മളെ വിളിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം ഒരു പുഞ്ചിരി, ഒരു സന്തോഷം, ഒരു ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യം അദ്ദേഹത്തോട് പറയാമെന്നാ കയറി വരുന്നവന് തോന്നും. കയറ്റിപ്പിടിച്ച മുഖവുമായിട്ട് ഇരിക്കുമ്പോൾ അവരടുത്തേക്ക് പോകാൻ പോലും തോന്നില്ല. അപ്പോൾ വേറൊരാൾക്ക് നമ്മളോടൊരു സഹായം ചോദിക്കാൻ തോന്നണമെങ്കിൽ മുഖത്തൊരു പുഞ്ചിരിയെങ്കിലും വേണ്ടേ? അങ്ങനെയെങ്കിലും ഒരു പുഞ്ചിരിച്ച മുഖം, ഒരു സൗമ്യമായ സംസാരം, ഒരു സൗമ്യമായ പെരുമാറ്റം, സാധിക്കുന്ന ശക്തിക്കൊത്ത സഹായം, ഇതൊന്നും ചെയ്യാതെ, അതാണ് പറയുന്നത് ഈ ഭൂതദ്രോഹേണ മറ്റ് ജീവസത്തകൾക്ക്, നമ്മളോടൊപ്പം ഭൂമിയിൽ വന്നതാ ഈ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ. അപ്പോൾ ആ മറ്റ് ജീവസത്തകൾക്ക് ഒരു സഹായം ചെയ്യാതെ യദ്ഭൃതം സ്വന്തം ശരീരത്തെ മാത്രം ഇങ്ങനെ പരിപാലിച്ച് പരിപോഷിപ്പിച്ച് വയറ് നിറയ്ക്കാൻ, അവനവൻ്റെ സന്തോഷം, മനസ്സിൻ്റെ സന്തോഷം, ശരീരത്തിൻ്റെ പുഷ്ടി, ഇത് മാത്രം വിചാരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവസാനം ഈ ശരീരമൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് നരകലോകത്തേക്ക് പോകേണ്ടി വരും. പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാനുള്ളത് ആ ജന്മത്തിൽ ചെയ്ത കർമ്മം, പാപകർമ്മങ്ങളുടെ പൊതിക്കെട്ട് മാത്രമേ, തോൾസഞ്ചി മാത്രമേ ആ സൂക്ഷ്മ ശരീരത്തിന് കൊണ്ടുപോകാനുണ്ടാവുള്ളൂ. അല്ലാതെ വേറൊന്നും തന്നെ കൊണ്ടുപോകാനുണ്ടാവില്ല. ഒരു പുണ്യമെങ്കിലും നമ്മൾ ഇതിൻ്റെ നമ്മൾ എന്താണ്, എനിക്കതിൻ്റെ പേര് ഓർമ്മ കിട്ടണില്ല, എന്താണ് എഴുത്തച്ഛൻ്റെ ഒരു ശ്ലോകമില്ലേ, എൻ്റെ പേരെന്താ, ഹരിനാമകീർത്തനം എഴുതിയപ്പോൾ അതിൽ പറയുന്നൊരു വരിയില്ലേ, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് യമകിങ്കരന്മാർ വന്ന സൂക്ഷ്മ ശരീരത്തെ കൊണ്ടുപോകുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തനായിട്ട് ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ച് ജീവിച്ച വ്യക്തിയാണെങ്കിൽ അവിടെ ഭഗവാന്റെ പാർഷദന്മാർ വന്നിട്ട് യമഭടന്മാരോട് പറയും, അരുത്, അവൻ ഭഗവാന്റെ ഭക്തനാണ് എന്ന് പറയുന്നു. അപ്പോൾ അതാണ് യമകിങ്കരന്മാർ ആ കൊടുക്കുന്ന ശിക്ഷയുടെ കാഠിന്യം കുറച്ച് കൊടുക്കുന്ന പറയുന്നത് കേട്ടിട്ടില്ലേ? അത് നമ്മൾ
ഇതിൽ പഠിച്ചിരുന്നു, ഹരിനാമകീർത്തനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ ഭഗവാന്റെ ഭക്തനായിട്ടാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ വേറെ ഒന്നും അറിഞ്ഞില്ല അവന്. എങ്ങനെ ഭഗവാനെ പ്രസാദിപ്പിക്കണം, എങ്ങനെ മോക്ഷം നേടണം, എങ്ങനെ ഇതൊന്നും അവനറിയില്ല. പക്ഷെ അവൻ ഒരു നിഷ്കളങ്ക ഭക്തനായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ അവൻ്റെ മരണശേഷം ആ സൂക്ഷ്മ ശരീരത്തെ കൊണ്ടുപോകാനായിട്ട് യമകിങ്കരന്മാർ വന്ന് അവൻ ചെയ്ത കർമ്മങ്ങളുടെ പാപകർമ്മങ്ങളുടെ ലിസ്റ്റ് അത് എഴുതി, ഒരു പാപകർമ്മങ്ങൾ ഇത്രേ എന്ന് എഴുതി തയ്യാറാക്കുന്ന ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഭഗവാന്റെ പാർഷദന്മാർ വന്ന് ഓർമ്മിപ്പിക്കും, അരുത്, ഇവൻ ഭഗവാന്റെ ഭക്തനായിരുന്നു, ഇവനിലേക്ക് ഭഗവാന്റെ ഒരു നോട്ടമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോഴാണ് ഈ എഴുതി ഉണ്ടാക്കുന്ന യാതനകൾ എത്ര കൊടുക്കണമെന്ന് എഴുതി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എണ്ണം കുറയുക. അവൻ ഭക്തനായി ജീവിച്ചത് കൊണ്ട് അവിടെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. അത് ഭഗവാന്റെ ഭക്തർ വന്ന് പാർഷദന്മാരാണ് വന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ആ യാതനകളുടെ കാഠിന്യം കുറയും എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ അന്ന് ആ പഠിച്ചത് ഓർക്കുക. നമ്മൾ ഹരിനാമകീർത്തനത്തിൽ അത് പഠിച്ചിരുന്നു. ഈ യാതനകളാണ് അന്ന് അവിടെ കൊണ്ടുപോയാൽ ഇത്തരത്തിലുള്ള യാതനകളാണ് അനുഭവിക്കേണ്ടി വരിക. ശ്ലോകം 32. ദൈവേന ആസാദിതം തസ്യ ശമലം നിരയേ പുമാൻ ഭുങ്ക്തേ കുടുംബപോഷ്യസ്യ ഹൃദവിത്തഃ ഇവ ആതുരഃ. ദൈവേന ആസാദിതം, ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, ആസാദിതം തസ്യ എന്ന് വെച്ചാൽ അവൻ നേടിയെടുത്ത, ദൈവം നിശ്ചയിച്ച് അവൻ നേടിയെടുത്ത ശമലം ദുരിതങ്ങളെ നിരയെ നരകത്തിൽ വെച്ചൊരു പുമാൻ ഒരു മനുഷ്യൻ ഭുങ്ക്തേ അനുഭവിക്കുന്നു. കുടുംബപോഷ്യസ്യ, കുടുംബത്തെ പരിപാലിക്കാനും സ്വന്തം ശരീരത്തെ പരിപാലിക്കാനും വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യൻ ഈശ്വര നിശ്ചയപ്രകാരം ഭഗവാനാൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷകൾ, യാതനകൾ അനുഭവിക്കാൻ നരകത്തിൽ എത്തിച്ചേർന്ന് അനുഭവിക്കുന്നു. എന്നിട്ട് അത് ഏതുപോലെ എന്ന് പറയുന്നത്, ആ അനുഭവിക്കുന്ന സമയത്ത് ഹൃദവിത്തഃ, ഒരുപാട് സ്വത്തുണ്ടാക്കി വെച്ചിട്ട് ഒരു നിമിഷം അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഇവ എന്ന പോലെ ആതുര, ദുഃഖത്തോടു കൂടിയാണ് അവൻ അനുഭവിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു കോടീശ്വരൻ, കുറേ പൈസ ഉണ്ടാക്കി വെച്ചൊരു കോടീശ്വരന് പെട്ടെന്ന് ഇതെല്ലാം ഇങ്ങോട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാൾ എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യുക? ഒത്തിരി കഷ്ടപ്പെട്ട് കുറേ പണം സമ്പാദിച്ചു വെച്ചു, ഞാൻ സുരക്ഷിതമായി ഇനി ഇരിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുന്ന നിമിഷം എല്ലാം, നമ്മൾ ജ്ഞാനപാനയിൽ കേട്ടിട്ടില്ലേ, തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ തന്നെയാണ് അല്ലേ. മാളിക പുറത്തേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നാൻ അധിക സമയമൊന്നും വേണ്ട. ആ ഉണ്ടാക്കി വെച്ച സുരക്ഷിതത്വം മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി പോകുമ്പോൾ അവൻ അനുഭവിക്കുന്ന ക്ലേശം, അതാണ് ആതുര, ദുഃഖം എത്രമാത്രമായിരിക്കും. അതുപോലെയാണെന്ന് ഇതേപോലെ കുടുംബം സ്വന്തം ശരീരം മാത്രം ചിന്തിച്ച് ഇതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഭൂമിയിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യർക്ക് ഭഗവാനാൽ വിധിക്കപ്പെട്ട യാതനകൾ നരകത്തിൽ ചെന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അത്രമാത്രം ദുഃഖത്തോടു കൂടി, ഒരു പണം നഷ്ടപ്പെടുന്നവൻ്റെ ദുഃഖം എത്രയാ, അത്രയും ദുഃഖത്തോടു കൂടിയാണ് അവൻ അവിടെ ആ യാതനകൾ അനുഭവിക്കുന്നത്. ശ്ലോകം 33. കേവലേന ഹി അധർമ്മേണ കുടുംബഭരണ ഉത്സുകഃ യാതി ജീവഃ അന്ധതാമിശ്രം ചരമം തമസഃ പദം. കേവലേന, വെറും കേവലമായിട്ടുള്ള അധർമ്മേണ, അധർമ്മമാർഗത്തിലൂടെ, കുടുംബഭരണ ഉത്സുകഃ, കുടുംബത്തെ പുലർത്തുന്നതിൽ മാത്രം ഉത്കണ്ഠയുള്ളവനായിട്ട്, കേവലം കുടുംബത്തെ പുലർത്തുക, പരിപോഷിപ്പിക്കാൻ മാത്രം ആകാംക്ഷയോടുകൂടി അധാർമിക മാർഗത്തിലൂടെയൊക്കെ ജീവിച്ച ഒരു ജീവഃ, ഒരു വ്യക്തി, അന്ധതാമിശ്രം, നേരത്തെ കേട്ടില്ലേ, താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, ഇതൊക്കെ ഓരോ നരകങ്ങളുടെ പേരുകളാണ്. ആ അന്ധതാമിശ്രം എന്ന നരകലോകത്ത്, അത് ചരമം തമസഃ പദം, നരകലോകത്തിൻ്റെ ചരമം, ആത്യന്തികമായ ലോകമാണെന്നത്. നരകലോകങ്ങളിൽ തന്നെ വെച്ച് ഏറ്റവും അവസാനത്തെ ആത്യന്തികമായ ലോകമാണ് അന്ധതാമിശ്രം എന്ന നരകലോകം. അവിടെ യാതി, എത്തിച്ചേരുന്നു എന്ന്. അപ്പോൾ കുടുംബത്തെ പരിപാലിക്കുക, അവനവൻ്റെ ശരീരത്തെ പരിപാലിക്കുക, അതിന് വേണ്ടിയിട്ട് കേവലം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യജന്മം അങ്ങോട്ട് പാഴാക്കി കളയാന്ന് അറിയില്ലേ. എന്നാൽ ഈ മനുഷ്യജന്മം അവന് കിട്ടിയത് എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണെന്നൊന്നും അറിയാതെ, പുനർജന്മം ഒന്നും ഇല്ല എന്ന് തന്നെ എത്രയോ പേര് പറഞ്ഞു നടക്കണമെന്നാ. അങ്ങനെ ഒരു സാധനേ ഇല്ല പുനർജന്മം എന്നുള്ളത്, ഒരൊറ്റ ജന്മേ ഉള്ളൂ എന്നൊന്നും.
അപ്പോൾ ഈ ഒരു മനുഷ്യജന്മം എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണെന്നറിയോ കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയിട്ടും അത് ഈ കുടുംബത്തിനെയും അവനവൻ്റെ ശരീരത്തെയും പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് അതിനു വേണ്ടി കേവലം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ നരകലോകങ്ങളുടെ തന്നെ ആത്യന്തികമായ ലോകമായ അന്ധതാമിശ്രം എന്ന ലോകത്തിൽ എത്തിച്ചേരുന്നു എന്ന്. എന്നിട്ട് പറയുന്നത് അവസാനത്തെ ശ്ലോകം ഈ അധ്യായത്തിലെ 34. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ ഏറ്റവും വലിയ നരകലോകത്തിൽ അന്ധതാമിശ്രം എന്ന നരകലോകത്തിൽ എത്തിപ്പെടാൻ കാരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് അവനൊരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അത് പാഴാക്കി കളഞ്ഞില്ലേ സ്വാർത്ഥതയോടുകൂടി ജീവിച്ചിട്ട്. അതുകൊണ്ടാണ് അവൻ ഏറ്റവും വലിയ നരകലോകത്തിൽ എത്തിപ്പെട്ടത് എന്ന്. അതിൻ്റെ കാരണമാണ് ആ 34 പറയുന്നത്. അധസ്താത് നരലോകസ്യ യാവതി യാതനാദയഃ ക്രമശഃ സമനുക്രമ്യ പുനഃ അത്ര ആവ്രജേത് ശുചിഃ. അധസ്താത് നരലോകസ്യ യാവതി യാതനാദയഃ ക്രമശഃ സമനുക്രമ്യ പുനഃ അത്ര ആവ്രജേത് ശുചിഃ. അതായത് നരലോകസ്യ, അതായത് ഒരു മനുഷ്യൻ നരലോകത്ത് ഭൂമിയിൽ ഒരു മനുഷ്യജന്മം എടുക്കുന്നതിന് മുൻപ് അധസ്താത് എന്ന് വെച്ച് അതോ ലോകങ്ങളിൽ നിന്ന് യാവതി പല പല ജന്മങ്ങളിലെ യാതനാദയ പല പല ജന്മങ്ങളിലെ യാതനകൾ, ഈ പറഞ്ഞ രീതിയിലുള്ള യാതനകളൊക്കെ പല പല സൂക്ഷ്മ ശരീരത്തിൽ പല പല ലോകങ്ങളിൽ പോയി അതോ ലോകങ്ങളിലൊക്കെ പോയി ഇത്തരത്തിലുള്ള യാതനകളൊക്കെ അനുഭവിച്ച് ക്രമശഃ നിശ്ചിത ക്രമത്തിൽ സമനുക്രമ്യ കടന്നു പോന്നിട്ട്, സമനുക്രമ്യ എന്ന് വെച്ചാൽ അതൊക്കെ നിശ്ചിത ക്രമത്തിൽ ഇന്നത്തെ ലോകത്തു നിന്ന് അടുത്ത ലോകത്തിലേക്ക്, അവിടെ കുറേ പാപങ്ങൾ അനുഭവിച്ചിരുന്ന അവിടെ നിന്ന് അടുത്ത അതോ ലോകത്തിലേക്ക്, അങ്ങനെ അതോ ലോകങ്ങളിൽ ഒക്കെ പല പല അതോ ലോകങ്ങളിലും പോയി അവിടെയുള്ള യാതനകളൊക്കെ അനുഭവിച്ച് എന്താ പറയുക നിശ്ചിതമായ ആ ക്രമത്തിൽ അങ്ങനെ ഓരോ ലോകങ്ങളും കടന്നുപോയി പുനഃ വീണ്ടും അത്ര ഭൂമിയിൽ വന്നിട്ട്, അത്ര എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ വന്ന്, അത് മനുഷ്യജന്മല്ല അപ്പോൾ തന്നെ കിട്ടുക മൃഗമായിട്ടാണ് അത്ര ജനിക്കുക, പുഴുവായിട്ടോ കൃമികീടായിട്ടോ ഒക്കെ ജീവികളായിട്ട് ജീവലക്ഷണമുള്ള ജീവികളായിട്ടൊക്കെ പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിട്ട് പല പല മൃഗങ്ങളുടെ ജന്മങ്ങൾ കിട്ടിയിട്ടാണ് ശുചി ആ കർമ്മപ്രാരാബ്ദങ്ങളൊക്കെ കർമ്മഫലങ്ങളൊക്കെ തീർന്ന് ശുദ്ധീകരിക്കപ്പെട്ടുമ്പോഴാണ് ആവ്രജേത് ഒരു മനുഷ്യജന്മം കിട്ടണേന്ന്. ആ മനുഷ്യജന്മം ഇങ്ങനെ സ്വാർത്ഥമായി ജീവിച്ച് ശരീരം നിറയ്ക്കാനും അതെന്തിനാ അത് കിട്ടണ എല്ലാ കർമ്മം ഇത്രയും ജന്മജന്മങ്ങൾ അതോ ലോകങ്ങളിൽ പല പല ലോകങ്ങളിലായി കിടന്ന് അനുഭവിച്ച് ഭൂമിയിൽ അത് നേരിട്ട് മനുഷ്യനായിട്ടല്ല വരിക, പല പല മൃഗങ്ങളുടെ രൂപത്തിൽ കാക്കയായും പുഴുവായും കൃമിയായും ഒക്കെ ജനിച്ചിട്ട് എല്ലാ കർമ്മ പ്രാരാബ്ദങ്ങളും തീർത്ത് ശുചിയാവുമ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടുക. അപ്പോഴാണ് ഈ ഒരു മനുഷ്യജന്മം കൊടുക്കുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശ്രേഷ്ഠമായ ജീവസത്തകളിൽ ഏറ്റവും ശ്രേഷ്ഠം മനുഷ്യനാ, രണ്ട് കാലിൽ നിൽക്കുന്നവരാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യനാണ് ശരീരവും മനസ്സും ബുദ്ധിയും കൃത്യമായി പ്രവർത്തിച്ച് ആ യഥാർത്ഥ അവബോധത്തിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധി, പ്രചോദിതമായ ബുദ്ധി മനുഷ്യനാണ് കിട്ടുക. അപ്പോൾ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒരുപാട് ജന്മങ്ങൾ ഒരുപാട് അതോ ലോകങ്ങളിൽ വസിച്ച് കർമ്മപ്രാരാബ്ദങ്ങൾ അനുഭവിച്ച് ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. പൂർണ്ണ ശുദ്ധി വരുമ്പോൾ ഭൂമിയിൽ, അതെന്തിനാന്ന് വെച്ചാൽ ആ ഭൂമിയിൽ മനുഷ്യജന്മത്തിൽ വരുമ്പോഴാണ് ആ ശരീരത്തിലിരുന്ന് മനസ്സും ബുദ്ധിയും ഈശ്വര ചിന്തയിൽ ജീവിച്ച് ഈ ശരീരത്തിനും മനസ്സിനും ബുദ്ധിയെയും ചലിപ്പിക്കുന്ന പ്രകൃതി എന്ന ശക്തിയിൽ ശരണാഗതി അടഞ്ഞ് ആത്മാവാണ് ഞാൻ എന്ന എൻ്റെ യഥാർത്ഥ അസ്തിത്വത്തെ അറിഞ്ഞ് ആ ഒരു മുക്തിയിലേക്ക് മോക്ഷത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുക ഈ ഒരു ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം അത്രയും ശ്രേഷ്ഠ ജന്മം കിട്ടാനായിട്ടുള്ള യോഗ്യത നേടിയത് ഒരുപാട് ജന്മങ്ങൾ അതോ ലോകങ്ങളിൽ ഇങ്ങനെ ജീവിച്ച് വന്ന് ശുദ്ധീകരിക്കപ്പെട്ടിട്ടാണ്. അങ്ങനെ കിട്ടുന്ന മനുഷ്യജന്മമാണ് വയറ് നിറയ്ക്കാനും കുടുംബത്തെ നിറയ്ക്കാനും സുഖം അനുഭവിക്കാനും പണം ഉണ്ടാക്കാനും വേണ്ടി മാത്രം ജീവിച്ചു തീർക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ജീവിച്ചു തീർക്കുന്നവൻ മരിച്ചു കഴിയുമ്പോൾ നരകങ്ങളിൽ തന്നെ ആത്യന്തിക ലോകമായ അന്ധതാമിശ്രം എന്ന ലോകത്തെയാണ് പ്രാപിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് എത്ര ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണെന്നറിയോ ആ പാപങ്ങളുടെ ഒക്കെ യാതനകൾ അനുഭവിച്ച് തീർത്ത് ഭൂമിയിൽ വന്ന് കൃമികീടമായൊക്കെ ജനിച്ച് ഒരുപാട് എല്ലാം തീർന്ന് ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ഒരു മനുഷ്യജന്മം കിട്ടുന്നത്.
ഇപ്പം നമ്മൾ ജയവിജയന്മാരുടെ കഥ തന്നെ നോക്കൂ. സനകാദികളെ ഒരു പ്രാവശ്യം ഒന്ന് തടഞ്ഞത് കൊണ്ട് മാത്രം അവർക്ക് എത്ര ജന്മങ്ങളാണ്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും മാത്രമല്ല, പിന്നെയും 3-4 ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ആ പാപം തീർന്നതിന് ശേഷമാണ് അവർക്ക് അവിടെ എത്താൻ വീണ്ടും വൈകുണ്ഠപ്രാപ്തി അവർക്ക് സാധിച്ചത് എന്ന്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൈകൊണ്ടൊന്ന് തടഞ്ഞുള്ളൂ, അതിന് 3-4 ജന്മങ്ങളുടെ പ്രാരാബ്ധം അവർക്ക് പേറേണ്ടി വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമിയിൽ നമ്മൾ സ്വാർത്ഥരായി നിന്നുകൊണ്ട് ചെയ്യുന്ന എത്രമാത്രം കർമ്മങ്ങളാണ് അല്ലേ. മനസ്സുകൊണ്ടൊക്കെ മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിച്ചും നെഗറ്റീവായി ചിന്തിച്ചും ഓരോന്ന് പറഞ്ഞും വാക്കുകൊണ്ടോ നാവുകൊണ്ടോ ഓരോന്ന് പറഞ്ഞും പ്രവർത്തിച്ചും നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൻ്റെയൊക്കെ ഇതൊക്കെ എന്തതിൻ്റെയൊക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തു എന്ന ഭാവത്തിലിരുന്ന് ചെയ്തു കൂട്ടുന്നതിനൊക്കെ അതോ ലോകങ്ങളിലൊക്കെ പോയി ഇതിൻ്റെയൊക്കെ യാതനകൾ അനുഭവിച്ച് ഭൂമിയിൽ പല പല മൃഗങ്ങളായി ജനിച്ച് ശുചീകരിക്കപ്പെട്ടിട്ടാണ് ഇനി ഒരു മനുഷ്യജന്മം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ആ മനുഷ്യജന്മം അപ്പം കിട്ടുമ്പോൾ പൂർണ്ണ ശുദ്ധിയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ വീണ്ടും പിന്നെ ഒരുപാട് ജന്മങ്ങളിലേക്കുള്ള കണക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും പോകും. അതുകൊണ്ടാണ് ഏറ്റവും ആത്യന്തികമായ നരകത്തിൽ അന്ധതാമിശ്രത്തിൽ പോയി പതിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം ആ മനുഷ്യജന്മം കിട്ടുന്നത് അവനവനെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആര്, അപ്പോൾ പ്രകൃതി ആര്, ഇതറിഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, ആ മുക്തിയെ പ്രാപിക്കാൻ വേണ്ടിയാണ് അത് കിട്ടുന്നത്. പക്ഷെ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല, അതറിയുന്നില്ല. മുന്നിൽ വെച്ചു കൊടുത്താൽ പോലും വേണ്ട. ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ, പണം വേണ്ടേ, സുഖം വേണ്ടേ, ശാന്തി വേണ്ടേ, ഇതിനായിട്ട് ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവാൻ കപിലവാസുദേവൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതനുസരിച്ച് ജീവിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഭഗവാനോട് ഒരു വലിയ നന്ദി പറയാം. ഈശ്വര ചിന്തയോട് ജീവിക്കാനുള്ള ഒരു അറിവ് പകർന്നു തന്ന ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു.